ഞാൻ ഇപ്പോൾ ഒരു 2 മന്ത് ആയിട്ടുള്ളൂ. 2 ആയിട്ടുണ്ടാവില്ല, ഒരു 1.5 മന്ത്സ് ആയിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ തുടങ്ങി ഇപ്പോൾ ഞാനൊരു ബാഗ്, പിന്നെ അതേപോലെ തന്നെ ഒരു റോഷേ ബുക്ക് ഒക്കെ ഞാൻ ചെയ്തു. അപ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ ഷോർട്സ് ആയിട്ട് ഇട്ടാം. ഓരോ സ്റ്റെപ്പ്. ഇത് മാജിക് റിംഗ് ആണ്, ഇതിൽ ചെയിനാണ് വരുന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ഗ്രാനി സ്ക്വയർ ആണ്. ഇത് ലില്ലി ഫ്ലവറിൻ്റെ ഗ്രാനി സ്ക്വയർ ആണ്. ഇത് വെച്ച് നമുക്ക് ടീഷർട്ട്, ബാഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ തോട്ട് അനുസരിച്ച്, ക്രിയേറ്റീവ് അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്ക് ഓരോന്ന് ചെയ്യാം. അപ്പോൾ ഞാനിത് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ സെൻട്രലത്തെ ഈ പോർഷൻ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഒരുപാട് തവണ നമ്മൾ ചെയ്ത് ശരിയാവണം, ക്ലിയർ ആവണം. ഇങ്ങനത്തെ 2 ടൈപ്പ് ഉണ്ടാവും ഹുക്ക്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ച് വാങ്ങാം. പിന്നെ നമ്മുടെ യാണിൻ്റെ സൈസ് നോക്കണം. യാണിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം നമ്മൾ ഹുക്ക് യൂസ് ചെയ്യാൻ. അപ്പം നമ്മൾ വാങ്ങുന്ന ഷോപ്പുകൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 3.5 ആണ്. നമുക്ക് തുടങ്ങി നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഈ പോർഷനാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ പോർഷനെ നമ്മളൊരു മാജിക് റിങ്ങിലാണ് തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാജിക് റിങ് തുടങ്ങുന്നത് നമ്മുടെ യാണ് നേരെ ഇങ്ങനെ വെക്കുക, നമ്മുടെ വിരലിൻ്റെ നടുക്കായിട്ട്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വിരലിൻ്റെ അടുക്കൂടെ ശ്രദ്ധിക്കണം, ഓരോ പോർഷനും ശ്രദ്ധിക്കുക. ഇങ്ങനെ എടുത്ത് നേരെ ഒരു ഇൻഡു വരും പോലെ ഇങ്ങനെ എന്നിട്ട് ഈ ചെറുവിരലും കൊണ്ട് ഇങ്ങനെ ഇവിടെ ടൈറ്റ് ചെയ്തൊന്ന് പിടിച്ചേക്കുക. ഓക്കെ, ഇങ്ങനെ ഇൻഡു വരുന്നത് ശ്രദ്ധിക്കുക. ഇനി മാജിക് റിങ് പല തരമുണ്ട്, ഓരോരുത്തർക്ക് കംഫർട്ടായ രീതിയിലാണ് ഓരോരുത്തർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കുറേ വീഡിയോസ് നോക്കി പഠിച്ച ഒരാളാണ്. അതിൽ ഒരുപാട് ആൾക്കാർ പല വിധത്തിലാണ് മാജിക് റിങ് ചെയ്യുന്നത്, സ്ലിപ്പ് നോട്ട് ഇടുന്നത് ഒക്കെ പല വിധമാണ്. അപ്പം നമുക്ക് കംഫർട്ടായ രീതി, നമുക്കൊന്ന് പഠിച്ച് കൈ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ടായ രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഞാൻ പറയാം, നൂല് നേരെ താഴോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ 2 വിരലുകൾ കൂടെ ഇങ്ങനെ ഇൻഡു ആയിട്ട്, എന്നിട്ട് ഈ ചെറുവിരലിൽ തള്ളവിരലും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. പിന്നെ നമ്മുടെ ഹുക്ക് വെച്ച് ആദ്യത്തെ ഈ ലൈനുണ്ടല്ലോ, ഈ യാണിൻ്റെ അടിയിൽ കൂടെയും ഈ അടുത്ത യാണിൻ്റെ മുകളിൽ കൂടെയും, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ 2 വിരലുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഈ ഒരു ഭാഗം നല്ല പ്രസ് ചെയ്ത് പിടിക്കുക. ഈ വിരലുകളെല്ലാം ഈ 2 വിരലും നമ്മളൊന്ന് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു റിങ് കാണാം. ഇതിൽ ഈ ചെറിയ നൂലല്ലാതെ ഈ നമ്മുടെ കണ്ടിന്യൂസ് പോകുന്ന ഈ നൂലുണ്ടല്ലോ, ഈ ഒരു യാണിൻ്റെ ഈ ഭാഗം നമ്മൾ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഈ നടുവിരലും തള്ളവിരലും കൂടി ഈ നമ്മൾ മുന്നിൽ ടൈറ്റ് ചെയ്ത് പിടിച്ച ഈ ഭാഗം മാറ്റി പിടിക്കുക. ഓക്കെ, ഈ കയ്യിൽ പിടിച്ചിരുന്നത് ഇപ്പുറത്തെ കൈ പിടിക്കുക. ഒരിക്കലും ചൂണ്ടുവിരലും കൊണ്ടാവരുത്. ചൂണ്ടുവിരൽ നമ്മൾ ഈ യാൺ ടൈറ്റ് ചെയ്ത് പിടിക്കുന്നൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പം അങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ ഹുക്ക് ഉണ്ടല്ലോ, ഈ ഹുക്ക് വലതുവശം കൊണ്ട് വലത് കൈ കൊണ്ട് പിടിക്കുക. ഇത് ജസ്റ്റ് ഈ വലിച്ചു പിടിച്ചിരിക്കുന്ന ഈ വലിയ യാണിൻ്റെ ബാക്കിയാണ് ഈ വലിച്ചടിക്കുന്നത്, ചെറുതല്ല. ഓക്കെ, ചെറുത് ഇവിടെ ഉണ്ട്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ അടിയിൽ കൂടെ പോയിട്ട് മുകളിലേക്ക്, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുള്ളപ്പ് ചെയ്തിട്ട് ഈ നിൽക്കുന്ന ആ ചെറിയ നോട്ട് കൂടെ എടുത്ത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്താൽ നമ്മുടെ മാജിക് റിങ് ഇവിടെ റെഡിയാണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറേ തവണ നമ്മൾ കാണണം കേട്ടോ. ഒറ്റ തവണ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, ഒറ്റ തവണ ചെയ്താലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് ഇരുന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് നോക്കി പഠിച്ചാലേ ശരിയുള്ളൂ. അത് എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ തവണ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിരുന്നില്ല. പലതവണ എനിക്കിത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പലതവണ ചെയ്തിട്ടാണ് എനിക്കിത് കിട്ടിയത്. ഓക്കെ, ഇനി ഹുക്ക് എടുക്കാം. നമുക്ക് വേണ്ടത് 3 ചെയിനാണ്. ചെയിൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വലിച്ചു പിടിക്കുന്ന ഈ കണ്ടിന്യൂസ് ചെയ്യാനുണ്ടല്ലോ, ഇതിൻ്റെ ഈ ആണൊന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഹോൾ കൂടെ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന ഈ നിൽക്കുന്ന ഈ ഒരു സ്റ്റെപ്പിൽ ഇതിനെയാണ് ചെയിൻ എന്ന് പറയാം. അപ്പം 3 ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാം, 3 എണ്ണം വേണം. അപ്പോൾ 1 അടുത്ത് 2, ഇപ്പോൾ 2 ചെയിനായി. ഇനി ഒന്നുകൂടി 3. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 3 ചെയിൻ കാണും. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ 3 ചെയിൻ ഉണ്ടല്ലോ, ഇവിടുന്ന് നമ്മളൊരു ട്വിസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ്, ഇങ്ങനെ ഈ ചെയിൻ ഇട്ടിട്ട് ഒരു ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഈ 2 നൂലിൻ്റെയും കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമ്മൾ ഈ മുകളിലത്തെ എക്സസ് യാണില്ലേ, അതിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ 3 ഇത് കാണാം, നമുക്ക് ട്വിസ്റ്റ് ചെയ്തത് 3 എണ്ണം കാണാം. ഇനി ആ 3 ലൈൻസിൻ്റെ ഒപ്പം ഒന്നും കൂടിയും നമ്മൾ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യത്തെ 2 റിങ്ങിൽ കൂടെ നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, അത് ചെയ്യുമ്പോൾ കുറച്ച് ടഫ് തന്നെയാണ്, എന്നാലും നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, പിന്നെ ഒന്നും കൂടി കൊണ്ടുവരിക. ഫോൺ നൈസായിട്ടൊന്ന് നിലത്ത് വിടുന്നതാണ്, ആരും വിഷമിക്കേണ്ട, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ഈ 2 റിങ്ങിൽ കൂടെ ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് അപ്പം നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചെയ്ത പ്രോസസ്സിനെയാണ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുക.
ഓക്കെ, ഇനി ടെസ്റ്റ് ചെയ്യാം. ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ഒരു പ്രാവശ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് അടിയിൽ കൂടെ കൊണ്ടുപോവാം. എന്നിട്ട് മുകളിലുള്ള യാണിനെ യാൺ ഓവർ ചെയ്യാം. അപ്പം നമുക്കിങ്ങനെ 3 യാൺസിനെ കിട്ടും. ഒന്നും കൂടിയും യാണിനെ പിക്ക് ചെയ്തിട്ട് ആദ്യത്തെ 2 റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് 2 യാൺസ് പിന്നെ കാണാം. അപ്പോൾ മുകളത്തൊന്നും ടെസ്റ്റ് ചെയ്തിട്ട് ഈ 2ൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ചെയിൻ കൂട്ടിയിട്ടാണ് എണ്ണേണ്ടത്. ഇപ്പം 3 എണ്ണമായി. ആദ്യത്തെ ചെയിനും പിന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷേ ചെയ്തതും. ഇങ്ങനത്തെ ഡബിൾ ക്രോഷേ 11 എണ്ണം ചെയ്യണം. ഓക്കെ, ഈ ഡബിൾ ക്രോഷേ 11 എണ്ണം ചെയ്യണം. ഈ ചെയിനും കൂട്ടിയിട്ട് മൊത്തത്തിൽ 12 എണ്ണം വരും. നമുക്ക് ചെയ്തിട്ട് നോക്കാം. ലാസ്റ്റ് ആണ് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ, 12ാമത്തെ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണി നോക്കാം. ഓക്കെ, 1 2 ഇങ്ങനെയാണ് എണ്ണുന്നത് കേട്ടോ. ഈ ചെയിൻ എണ്ണിയാൽ മതി. ഈ പുറത്ത് കാണുന്ന ഈ ചെയിനുണ്ടോ, ഇതാണ് എണ്ണ. 1 2 3 4 5 6 7 8 9 10 11 ചെയിന് 12. ഓക്കെ, ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാജിക് റിങ് ചെയ്തപ്പോൾ എക്സസ് വന്ന ഈ ഒരു ചെറിയൊരു ഷോട്ട് ഞാനുണ്ടല്ലോ, ഇത് പിടിച്ചിങ്ങനെ വലിച്ചാൽ ടൈറ്റായിട്ട് റൗണ്ടായിട്ട് വരും. ഓക്കെ, ഇതിങ്ങനെ എത്രത്തോളം വലിക്കുന്നു അത്രത്തോളം ടൈറ്റ് ആവും. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ടൈറ്റ് ചെയ്യാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇരിക്കുന്ന 3ാമത്തെ ചെയിൻ ഉണ്ട്, നമ്മൾ ഫസ്റ്റ് എടുത്ത 3 ചെയിന് അതിവിടെ എണ്ണ നമ്മൾ 1 2 3 അങ്ങനെ 1 2 3 ഈ 3ാമത്തെ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. ജസ്റ്റ് ആ ചെയിനിൻ്റെ ഒരു പോർഷൻ എടുത്താൽ മതി. ഓക്കെ, മൊത്തത്തിൽ എടുക്കണമെന്നില്ല. എടുത്തിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം. കുറച്ച് സ്പീഡായി പോയി, സോറി. നമ്മൾ ട്വിസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നേരിട്ട് ഈ 3ാമത്തെ ചെയിനിൻ്റെ ഒരു പോർഷനിൽ ഹുക്കിട്ട് ഈ കാണുന്ന യാണിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുള്ള് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെയും, അതായത് ഫസ്റ്റത്തെ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയും പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒന്നിങ്ങനെ വലിക്കുക, എന്നിട്ട് ഒന്നും കൂടി വലിച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലവറിൻ്റെ ഫസ്റ്റ് പോർഷൻ ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെ വലിച്ച് അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ റെഡിയാണ്. ഓക്കെ, ഇത് കട്ട് ചെയ്ത് കളയാം. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കളയാം, പിന്നെ അഴിഞ്ഞു പോവില്ല. ഇതാ ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ കട്ട് ചെയ്യണ്ട, ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഇതിൻ്റെ അടുത്ത് ലില്ലിയുടെ ലീവ്സ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും പറഞ്ഞുതരാം. ലീവ്സ് അല്ല, സോറി, അതിൻ്റെ പെറ്റൽസ് എങ്ങനെ വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ക്ലാസ്സിൽ കാണാം. പുതിയ വീഡിയോസ് വരാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഒന്നും കൂടി ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാം.